Hello friends, welcome to another lecture of Study Mechanical with Passion. നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ടോർഷണൽ വൈബ്രേഷൻസ് ഓഫ് ടു റോട്ടർ സിസ്റ്റം ത്രീ റോട്ടർ സിസ്റ്റം. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ലെക്ചറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് ടു റോട്ടർ സിസ്റ്റം. ഈ ഒരു ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് there are two rotors A and B having mass moment of inertia IA and IB. ആ റോട്ടറും ഈ രണ്ട് റോട്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ there will be a node point in between them. Node point means the point at which amplitude is 0. അപ്പോൾ ആ ഒരു നോഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ LA and LB എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത് L എന്നെടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് LA പ്ലസ് LB ഈസ് ഈക്വൽ ടു L. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. L ഇസ് ഈക്വൽ ടു LA പ്ലസ് LB. ഓക്കെ, ഇനി അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത്, ഫിഗറിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് വായിക്കാം. LA ആൻഡ് LB ആർ ലെങ്ത് ഓഫ് ടു പോയിന്റ്സ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. LA ആണ് എന്താണ്, LB എന്താണ്. IA ആൻഡ് IB ആർ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റോട്ടേഴ്സ് A and B respectively. Then QA and QB are torsional stiffness of length LA and LB of the shaft respectively. Torsional stiffness Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q is equal to GJ divided by L. G എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, ക്വസ്റ്റ്യനിൽ തരും. ദെൻ J എന്ന് പറയുന്ന പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഷാഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ π/32 × d⁴. L എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ലെങ്ത് ആണ്. And FNA and FNB are natural frequencies of torsional vibration of rotor A and B. A ൻ്റെയും B ൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസീസ് ആണ് FNAയും FNBയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ രണ്ട് ഫ്രീക്വൻസീസും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. FNA ഈസ് ഈക്വൽ ടു FNB. ഓക്കെ, ദെൻ FNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π × √K/m. ഓക്കെ, അവിടെ K എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്, ഇവിടെ ഷാഫ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നെസ് ആണ് എടുക്കുന്നത്. അത് നമ്മൾ Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ Kൻ്റെ പ്ലേസിൽ Q എന്ന് വരും. ദെൻ അവിടെ നമ്മൾ K/m ആണ്. M എന്ന് പറയുന്ന മാസ് ആണ്. അപ്പോൾ ഇവിടെ റോട്ടർ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലോട്ട് വരുമ്പോൾ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കണം. ദെൻ ദ ഇക്വേഷൻ വിൽ ബി 1/2π × √QA/IA ഈസ് ഈക്വൽ ടു 1/2π × √QB/IB. അത് രണ്ടും 1/2π ക്യാൻസൽ ചെയ്യാം. രണ്ടും ഭാഗത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ QA/IA ഈസ് ഈക്വൽ ടു QB/IB എന്ന് കിട്ടും. ഈ Q എന്ന് പറഞ്ഞാൽ GJ divided by L ആണ്. അത് നമ്മൾ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GJ/IA LA ഈക്വൽ ടു GJ/IB LB എന്ന് കിട്ടും. GJ രണ്ട് ഭാഗത്ത് കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ LA/LB ഈസ് ഈക്വൽ ടു IB/IA എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന് എഴുതാനും IA/LA ഈസ് ഈക്വൽ ടു IB/LB. ഇതിന് തൊട്ടുമുള്ള ഇക്വേഷനിൽ ഒരു പ്രിന്റ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് അവസാനം ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് മേലുള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് IA/LA ഈസ് ഈക്വൽ ടു IB/LB. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഫൈനലായിട്ടുള്ള ഇക്വേഷൻ IA/LA ഈസ് ഈക്വൽ ടു IB/LB. ഇനി രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നോഡൽ പോയിന്റ് LAയും LBയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ രണ്ട് ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്ന് ഇപ്പം നമ്മൾ അവസാനം എഴുതിയിട്ടുള്ള IA/LA ഈസ് ഈക്വൽ ടു IB/LB എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. ദെൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് L ഈസ് ഈക്വൽ ടു LA പ്ലസ് LB. ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്തിട്ടാണ് LAയും LBയും കണ്ടുപിടിക്കുന്നത്. രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്, LAയും LBയും കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ പറയാം നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ നമുക്ക് 1/2π × √QA/IA ദാറ്റ് ഈസ് 1/2π × √GJ divided by IA/LA എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റോട്ടർ ആണ്. ദെൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റോട്ടർ A divided by ആംപ്ലിറ്റ്യൂഡ് ഓഫ് റോട്ടർ B ദാറ്റ് ഈസ് AA/AB ഈസ് ഈക്വൽ ടു LA/LB എന്ന് വരും. അപ്പോൾ ഏതെങ്കിലും റോട്ടറിൻ്റെ ചിലപ്പോൾ ആംപ്ലിറ്റ്യൂഡ് തരാം. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് AA എന്ന് പറയുന്നത് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക, 1 റേഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ABൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് ത്രീ റോട്ടർ സിസ്റ്റം. ടു റോട്ടർ സിസ്റ്റത്തിൻ്റെ അതേപോലെ തന്നെയാണ് ത്രീ റോട്ടർ സിസ്റ്റം എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് ത്രീ റോട്ടേഴ്സ് A, B ആൻഡ് C.
എയും ബിയും എൻഡ് പോയിന്റിലെ റോട്ടേഴ്സാണ്. സി എന്ന് പറയുന്നത് അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള റോട്ടേഴ്സാണ്. ഇനി ഫിഗർ ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ പല രീതിയിൽ റൊട്ടേഷൻ വരാം. എയും ബിയും സെയിം ഡയറക്ഷനിൽ, സി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ എയും സിയും സെയിം ഡയറക്ഷൻ, ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. അതിനനുസരിച്ച് നോഡൽ പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് റോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഇൻ ബിറ്റ്വീന് നോഡ് പോയിന്റ് ഉണ്ടാവുള്ളൂ. സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നോഡ് പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എയും ബിയും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്, സി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും ഓപ്പോസിറ്റ് ആയിരിക്കും, സിയും ബിയും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻ്റെയും സിൻ്റെയും ഇൻ ബിറ്റ്വീന് ഒരു നോഡൽ പോയിന്റ് ഉണ്ടായിരിക്കും. അതാണ് ഫിഗർ ബിക്കകത്ത് പോയിന്റ് ഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. പോയിന്റ് ഡി എന്ന് പറയുന്നത് എൻ്റെയും സിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നോഡ് പോയിന്റ് ആണ്. സിൻ്റെയും ബിൻ്റെയും ഇൻ ബിറ്റ്വീൻ നോഡ് പോയിന്റ് ആണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഇതിലോട്ടുള്ള ഡിസ്റ്റൻസുകളാണ്. എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് L1, സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് L2. ക്ലിയർ? ദെൻ എൻ്റെയും സിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള നോഡ് പോയിന്റിലോട്ട് എ റോട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LA, സെക്കൻഡ് നോഡ് ഇയിലോട്ട് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LB. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അവിടെ LC1 എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡ് പോയിന്റിൽ നിന്ന് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന സിൻ്റെ റോട്ടറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ LC2 എന്ന് പറയുന്നത് സെക്കൻഡ് നോഡ് പോയിന്റിലോട്ട് ഇൻ ബിറ്റ്വീൻ വരുന്ന സി റോട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LC2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ഫിഗറിലൊക്കെ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ L1 L2 എന്ന് പറയുന്നത് റോട്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. LA എന്ന് പറയുന്നത് എ റോട്ടറിൽ നിന്ന് ഫസ്റ്റ് നോഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. LB എന്ന് പറയുന്നത് സെക്കൻഡ് നോഡ് പോയിന്റിലോട്ട്, അതായത് സിൻ്റെയും ബിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള നോഡ് പോയിന്റിലോട്ട് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ LC1 എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന റോട്ടറിലോട്ടുള്ള ഡിസ്റ്റൻസ്. ദെൻ ഇ എന്ന് പറയുന്ന നോഡ് പോയിന്റ്, അതായത് സെക്കൻഡ് നോഡ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന റോട്ടറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് LC2 എന്ന് പറയുന്നത്. ഇനി L1 എന്ന് പറയുന്നത് നമുക്ക് LA പ്ലസ് LC1 എന്ന് എഴുതാം. L2 എന്ന് പറയുന്നത് LC2 പ്ലസ് LB എന്നൊക്കെ എഴുതാം. അതൊക്കെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഫിഗർ സിയിലോട്ട് വരാം. ഫിഗർ സിയിലോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണ്. അതായത് ഇവിടെ ഫിഗർ സിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എയും സിയും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്, സിക്കും എക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബി റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എയും സിയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവിടെ നോഡ് പോയിന്റ് ഉണ്ടാവില്ല. അതാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ലെങ്ത് നേരെ ഡോട്ടഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നോഡ് പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ഇമാജിനറി നോഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാണ്. ആ ലൈൻ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് എലോങ്ങേറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റിലോട്ട് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LA എന്ന് പറയുന്നത്. ആ പോയിന്റിലോട്ട് ഇൻ ബിറ്റ്വീൻ വരുന്ന റോട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LC1. ടേം രണ്ടും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതുപോലെ എടുത്താൽ മതി. ഇനി സിയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു നോഡ് പോയിന്റ് വരും. ഓക്കെ, ആ നോഡ് പോയിന്റിലോട്ട് ബി എന്ന് പറയുന്ന റോട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LB എന്ന് പറയുന്നത്. ദെൻ സിമിലർലി സെക്കൻഡ് റോട്ടറിൽ നിന്ന് നോഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് LC2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ബിയും സിയും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നോഡ് പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് എലോങ്ങേറ്റ് ചെയ്ത് ഡോട്ടഡ് ആക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമാജിനറി നോഡ് പോയിന്റ് കിട്ടും. അതിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് LBയും LC2 റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സിയും എയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു നോഡ് പോയിന്റ് കിട്ടും. ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് LAയും LC1 എന്ന് പറയുന്നത്. അപ്പോൾ ആ LA എന്താണ്, LB എന്താണ്, LC1 എന്താണ്, LC2 എന്താണെന്നുള്ളത് കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് B, C ആൻഡ് D മൂന്ന് ഫിഗറിൽ വരുന്നതും സെയിം തന്നെയാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടവ. ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതിൻ്റെ നോഡ് പോയിന്റിൻ്റെ പൊസിഷൻ എന്താണ്, അതായത് LA എന്താണ്, LB എന്താണ്. മൂന്നാമത്തത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ഇക്വേഷൻ FN = FNB = FNC, ഈ മൂന്ന് റോട്ടറിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും.
അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 1/2π × QA/√QA/IA equal to 1/2π × √QB/IB equal to 1/2π × √QC/IC. ഈ 3 ഇക്വേഷൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അവിടെ QA എന്ന് പറയുന്നത് GJ/L ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ QA/IA എന്ന് വരുന്നിടത്ത് വരുമ്പോൾ GJ/L എന്ന് വരും, രണ്ടാമത്തെ ഇക്വേഷനിൽ LB എന്ന് വരും, മൂന്നാമത്തെ ഇക്വേഷനിൽ LC എന്ന് വരും കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി അത് ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ QA/IA equal to QB/IB is equal to QC/IC എന്ന് കിട്ടും. ഇനി ഇത് തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് തൊട്ട് താഴെ എഴുതിയിട്ടുള്ളത്, GJ/LA/IA equal to, അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് റോട്ടർ വരുമ്പോഴുള്ള കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്, GJ/LC1 plus GJ/LC2 into 1/IC equal to GJ/IB/LB. ഓക്കെ, ഇവിടെ QB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ദെൻ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് 1/LA/IA is equal to 1 LC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് എഴുതാം, 1/L1 minus LA ആണ്, പ്ലസ് 1/L2 minus LB into 1/IC equal to 1/LB/IB എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ 3 ടേം ഉണ്ട്, ഫസ്റ്റ് ഒരു ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട് ഈ ഇക്വേഷനകത്ത്. അപ്പോൾ ഈ 3 ഇക്വേഷനിൽ നമ്മൾ ഏതെങ്കിലും 2 ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 2 ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, IA-ൻ്റെയും IB-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടുന്ന് IA/IB കണ്ടുപിടിക്കാം. പിന്നെ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AA/AC equal to LA/LC1 ആൻഡ് AB/AC equal to LB/LC2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ആംപ്ലിറ്റ്യൂഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AA എന്ന് പറയുന്നത് 1 റേഡിയൻ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് AC-ൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ AB/AC equal to LB/LC2 എന്നാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ള AC-യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ AB-യുടെ വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഒരു പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ടത് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യും, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എ ടോർഷണൽ സിസ്റ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഫിഗറിനകത്ത് തന്നിട്ടുള്ളത് എൻജിൻ A, ഫ്ലൈ വീൽ C, പ്രൊപ്പല്ലർ B, 3 റോട്ടേഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഡയമീറ്റർ തന്നിട്ടുള്ളത് 45 mm ആണ്. ശ്രദ്ധിക്കുക, 45 mm, ദിസ് ഈസ് 40 mm, ലെങ്ത് ഈസ് ദിസ് ഈസ് 2 meter ആൻഡ് ദിസ് ഈസ് 4 meter. ദെൻ 30 kg/m² എന്ന് പറയുന്നത് എൻജിൻ എന്റെ താഴെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 30 kg/m². kg/m² എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ്. ദാറ്റ് മീൻസ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് ആണ്. അതായത് എൻജിൻ എന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ IA ആണ് 30 kg/m². ദെൻ ഇതിന്റെ IB ആണ് 90 kg/m². ആൻഡ് പ്രൊപ്പലർ B-ന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ IB ആണ് 50 kg/m². ദിസ് ഈസ് IC 90 kg/m². ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ആൻഡ് ദ പൊസിഷൻ ഓഫ് നോട്ട്സ്, ഓൾസോ ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കണം, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ആൻഡ് നോട്ട്സിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ 40 mm ഡയമീറ്റർ ആണ്, ഇത് 45 mm ഡയമീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റം സെയിം ഡയമീറ്ററിൽ ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റണം. ടോർഷണൽ ഇക്വലന്റ് ഷാഫ്റ്റ് ഇവിടെ ഇപ്പോൾ 2 ഡയമീറ്റർ ആണുള്ളത്. അപ്പോൾ ടോർഷണൽ ഇക്വലന്റ് ഷാഫ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L is equal to L1 d/d1⁴ plus L2 d/d2⁴. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തുള്ള ചെറിയ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഡയമീറ്റർ 40 mm ആണ്, ദാറ്റ് ഈസ് D2 ആണ്. അപ്പോൾ ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, D2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 × 40/45⁴ plus 4 × 40/40⁴ എന്ന് കിട്ടും. That is, this value will be 1.247 plus 4 എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ 4 മീറ്ററിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം സെയിം 40 mm ലെങ്ത് തന്നെയാണ് ഡയമീറ്റർ ഉള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഡയമീറ്ററിന്, അതായത് 45 mm ഡയമീറ്റർ നമ്മൾ 40 ഡയമീറ്റർ ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ലെങ്ത് 2 മീറ്റർ എന്ന് പറയുന്നത് 1.247 എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് മാറും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ മാറ്റി വരച്ചിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഈ ഒരു ഫിഗറിന് ഇത് മാറ്റി വരച്ചു കഴിഞ്ഞാൽ ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഇത് 1.247 ആണ്. ഈ 1.247 ആയിരിക്കും L1 എന്ന് പറയുന്നത് മീറ്റർ ആണ് ലെങ്ത്. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 4 മീറ്റർ എന്ന് പറയുന്നത് L2 ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇത് 3-rotor സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം നോഡിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. നോഡിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ 3-rotor സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. 1/IALA = 1/IC into 1/L1 minus LA plus 1/L2 minus LB = 1/IBLB. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ടേമും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ രണ്ട് ടേമും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് IALA = IBLB എന്ന് നമുക്ക് എഴുതാം. ദെൻ ഐയുടെ വാല്യൂ 30, IBയുടെ വാല്യൂ 50. ദെൻ ഈ ഇക്വേഷൻ നിന്ന് LB = 0.6 LA എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ താഴെ എഴുതിയിട്ടുള്ളത്. ഈ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 30 LA into 1/90 into 1/L1ന്റെ വാല്യൂ 1.247 മൈനസ് LA ഡിവൈഡഡ് ബൈ 1/L2ന്റെ വാല്യൂ 4 മൈനസ് LBയുടെ വാല്യൂ 0.6 LA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂ കിട്ടും. LAക്ക് 4.821 മീറ്റർ എന്ന് കിട്ടും ആൻഡ് 0.913 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും വരിക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LAക്ക് രണ്ട് വാല്യൂ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് LBക്ക് നമുക്ക് രണ്ട് വാല്യൂ. അപ്പോൾ LB കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ LAന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ LBയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ LAന്റെയും LBന്റെയും വാല്യൂ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി LAന്റെ വാല്യൂ 4.821 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, LAന്റെ വാല്യൂ 4.821. LA എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലോട്ട് ഉള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി റോട്ടർ A. അപ്പൊ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 4.821 എന്ന് പറയുമ്പോൾ ഈ 1.247 കൂടുതൽ വരും. അതായത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ അല്ല നോഡ് കിടക്കുന്നത്, ഇതിന്റെ പുറത്താണ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇമാജിനറി നോഡാണ്, നമ്മൾ ആ ഡോട്ടഡ് ലൈനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള നോഡാണ് കിട്ടുക. പക്ഷേ ഈ 0.913 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻ ബിറ്റ്വീനേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു നോഡ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.548 എടുത്തു കഴിഞ്ഞാൽ 0.548 ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നോഡിലോട്ട് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, അതും ഇതിന്റെ ഇൻ ബിറ്റ്വീൻ തന്നെ വരിക. അപ്പൊ നമുക്ക് 2 നോഡുള്ള ഒരു സിസ്റ്റമാണ് എങ്കിൽ, ഇപ്പൊ രണ്ട് രീതിയിലുള്ള സിസ്റ്റം, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയാത്തത് കൊണ്ട് രണ്ട് സിസ്റ്റവും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ 2 നോഡ് സിസ്റ്റം ആണ്, 2 നോഡ് ഫ്രീക്വൻസി സിസ്റ്റം, അതായത് ACB. ദെൻ ഇവിടെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് റോട്ടേഴ്സ് നോഡ് പോയിന്റ് വരുന്നത്. എന്റെയും സിന്റെയും ഇൻ ബിറ്റ്വീൻ നോഡ് വരും, ബിന്റെയും സിന്റെയും ഇൻ ബിറ്റ്വീൻ നോഡ് വരും. ദെൻ ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് LA, LC1, LC2, LB. LA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0.913 മീറ്റർ, LB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0.548 മീറ്റർ, LC1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, LC1 നമുക്ക് പറയാം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L1 ആണ്. അപ്പോൾ L1 മൈനസ് LA എന്ന് എഴുതാം, വാല്യൂ 0.334. ഓക്കെ, LC2 എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 4 ആണ്, 4 മൈനസ് LB ദാറ്റ് ഈസ് 0.548, 3.542. അപ്പോൾ ഈ 4 ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ LA, LB, LC1, LC2 ഇങ്ങനെ 4 നോഡ് പോയിന്റ്, അതായത് പൊസിഷൻ ഓഫ് നോഡ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ആൻസർ നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2 ഇതിന്റെ റോട്ടറിന്റെ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫസ്റ്റിന്റെ എപ്പോഴും കൺസിഡർ ചെയ്യാം. 1/2π √GJ/IA എന്ന് പറയുന്ന ഇക്വേഷൻ. G എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 84 × 10⁻⁹ ആണ്. J എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, ദാറ്റ് ഈസ് π/32 × d⁻⁴. D എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്, ദാറ്റ് ഈസ് ഡൈനാമിക്കലി ഈക്വലന്റ് ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 40 mm ആണ്, ദാറ്റ് ഈസ് 0.04 മീറ്റർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടും. IA എന്ന് പറയുന്നത് 30 kg/m², LA = 0.913. ദെൻ ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FN = 4.41 ഹെർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. AA/AC = LC1/LA. ഓക്കെ, AB/AC = LB/LC2. ആദ്യം ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷനകത്ത് AAയുടെ വാല്യൂ 1 റേഡിയൻ എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് LC1, LA ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ACയുടെ വാല്യൂ നമുക്ക് 0.36 റേഡിയൻ എന്ന് കിട്ടും. ഇനി AB/AC = LB/LC2 ആണ്. ഇവിടെ കണ്ടുപിടിച്ചാൽ ACയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ABയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AA എന്ന് പറയുന്നത് 1 റേഡിയൻ, ഇതാണ് ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ സിന്റെ ആംപ്ലിറ്റ്യൂഡ് 0.36 റേഡിയൻ ആൻഡ് ബിന്റെ ആംപ്ലിറ്റ്യൂഡ് 0.58 റേഡിയൻ എന്ന് നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ പറ്റും.
ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. എൽ എക്കും എൽ ബിക്കും രണ്ട് വാല്യൂ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഫസ്റ്റ് എൽ എൻ്റെ വാല്യൂ 4.821 വന്നു കഴിഞ്ഞാൽ എൽ ബിയുടെ വാല്യൂ നമുക്ക് നേരത്തെ ഉള്ളത് എൽ എയുടെ വാല്യൂ 4.821 മീറ്റർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ബിയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 2.893 മീറ്റർ. ഈ രണ്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ 4.821 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീന് നോഡ് ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ഇമാജിനറി നോഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൽ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 4.821 ആയിരിക്കും. ഓക്കെ, ഇനി ആ റോട്ടറിലോട്ട് ആ നോഡ് പോയിന്റിലോട്ട് ഇൻ ബിറ്റ്വീൻ വരുന്ന റോട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് LC1. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ LC1 എന്ന് പറയുന്നത് അതാണ്. ഇനി എൽ ബി എന്ന് പറയുന്നത് 2.893 ആണ്. 2.893 എന്ന് പറയുമ്പോൾ സെക്കൻഡ് നോഡ് 2.893 എന്ന് പറയുമ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീനേ വരുള്ളൂ. ഇത് മൊത്തം 4 ആണുള്ളത്. അപ്പോൾ ഇവിടെ നോഡ് പോയിന്റ് ഇവിടെ വരും. ദെൻ എൽ ബി എന്ന് പറയുന്നത് 2.893 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് LC1 LC2 കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 4.821 ആണ്. അതാണ് LC1 എന്ന് പറയുന്നത്. ഈ 4.821 മൈനസ് ദിസ് L1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LC1ന്റെ വാല്യൂ കിട്ടും. ക്ലിയർ? സിമിലർലി LC2ന്റെ വാല്യൂ എന്ന് പറയുന്നത് മൊത്തം ഡിസ്റ്റൻസ് 4 ആണ്. 4 മൈനസ് LB ചെയ്ത് കഴിഞ്ഞാൽ LC2ന്റെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് നോഡൽ പോയിന്റിന്റെ പൊസിഷൻസ് എല്ലാം റെഡിയായി. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2π√GJ/IALA ഈസ് ഈക്വൽ ടു എല്ലാ വാല്യൂസും ഉണ്ട്. G നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ തന്നെയാണ്. J നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. IA നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. LA എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ, 4.821. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1.92 ഹേർട്സ് എന്ന് കിട്ടും. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡിന് കണ്ടുപിടിക്കണം. AA/AC = LA/LC1. അതിനകത്ത് എയുടെ വാല്യൂ 1 റേഡിയൻ കൺസിഡർ കഴിഞ്ഞാൽ AC-യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും 0.741 റേഡിയൻ. LA-ന്റെ LC1-ന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് AB/AC = LB/LC2. ദെൻ AB = 1.937 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് റോട്ടേഴ്സിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലത്തിനകത്ത് രണ്ട് നോഡൽ പൊസിഷനും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റോട്ടറിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ രണ്ട് റോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ നോഡൽ പോയിന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മളോട് പറയാണ് രണ്ട് റോട്ടർ എയും ബിയും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്, C ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.